ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഇനി എന്താണ് ബിഗ് ബോസ് സീസൺ 6 നടക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ഫാമിലി റൗണ്ട് കഴിഞ്ഞു, അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത്? സാധാരണ സീസണുകളിലെല്ലാം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ ഫാമിലി റൗണ്ടൊക്കെ നടക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫിനാലെ വീക്കും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് എല്ലാം സമയത്തിനനുസരിച്ചായിരിക്കും. പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ആ ഒരു ലാഗ് ഫീൽ ചെയ്യാറില്ല. അതിനിടയ്ക്ക് നമ്മുടെ മണി ബോക്സ് അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഇടയിൽ എല്ലാം കൂടി സെറ്റ് ചെയ്തു പോകും. പക്ഷെ ഇപ്പൊ പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത് ഇനി എന്താണ്? നമ്മൾക്ക് പോലും സംശയം തോന്നുന്നു. കാരണം ഈ പറയുന്ന നമ്മുടെ ഫാമിലി റൗണ്ട് ഒക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെയും ഇപ്പോൾ കഴിഞ്ഞു. ഈ 85 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനി വരുന്ന 2 ആഴ്ച എന്ന് പറയുന്നത് ഇവർ എന്ത് ചെയ്യും? ഈ ഒരു സീസൺ 6 എന്താണ് പ്ലാൻ? ഇനി വരുന്നതെന്ന് പറയുന്നത് ആകെ ഉള്ളത് മണി ബോക്സ് പണപ്പെട്ടി വെക്കുക. അത് ഈ പറയുന്നത് പോലെ ഒരാഴ്ചയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അതിനിടയിൽ ഇവരെന്തെങ്കിലും ടാസ്കുകൾ കൊടുത്ത് മാത്രം ഈ ഒരു മണി ബോക്സ് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള ഒരു എന്താ പറയുന്നത് ഈ ഒരു ആഴ്ച എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ജൂൺ 8-ാം തീയതിയോടുകൂടി നമുക്ക് എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസിനെയൊക്കെ ഈ ഒരു സീസൺ 6 തിരികെ എത്തിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പം ആ ഒരാഴ്ച പിന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി നീക്കി 1-2 ദിവസങ്ങളിൽ ഈ പറയുന്ന പഴയ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസിനെ കയറ്റി ആ ദിവസങ്ങളും പോകും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആഴ്ചയിൽ 3-4 ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഇനി എന്താണ് ഇവർ നടത്താൻ പോകുന്നത്? പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നതാണ്. ഇത്ര ദിവസം നീട്ടിക്കൊണ്ട് പോയിട്ട് ഇനി എന്താണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന്. കാരണം എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ടാസ്ക് നടത്താനാണ്? എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ ചെയ്യാനുള്ളത്? എനിക്കും അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. കാരണം 28-ാമത്തെ ദിവസം ഒരു 6 വൈൽഡ് കാർഡിനെയൊക്കെ ഇതിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകരും ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സീസൺ 6 എന്ന് പറയുന്നത് 100 ദിവസം അല്ലെങ്കിൽ 100+ ദിവസം ഓടാനുള്ള സകല ചാൻസും ഉണ്ട്. കാരണം ഇവരെയൊക്കെ എങ്ങനെ എവിക്റ്റ് ആയി തീർത്ത് ഇവരെങ്ങനെയാണ് ഈ ഒരു സീസൺ 100 ദിവസം കണ്ട് തീർക്കുന്നത് എന്ന് പോലും സംശയം തോന്നിച്ചു. കാരണം തമിഴിലും അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലും ഒക്കെ ഇതുപോലെയുള്ള ടാസ്കുകളും അതുപോലെ ഇങ്ങനെ ഈ ഇടയ്ക്ക് 50-ാമത്തെ ദിവസം 30-ാമത്തെ ദിവസം ഇതുപോലെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വൈൽഡ് കാർഡിനെ കയറ്റി വിട്ട് കഴിയുമ്പോൾ ഈ ഇത്രയും പേരെ എവിക്റ്റ് ചെയ്ത് തീർക്കണ്ടേ? അപ്പം 2 പേരും ഒരാളൊക്കെ ആയിട്ടാണ് തീർക്കുന്നത്. ഇടയ്ക്ക് ക്യാൻസലേഷൻ വരുന്നുണ്ട്, എവിക്ഷൻ. അപ്പം ഇതെല്ലാം മാറ്റി നിർത്തി ഇവർ ഈ പറയുന്ന 100 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം തീർത്ത് എത്തിക്കണ്ടേ? അപ്പം ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത് 100 ദിവസം അല്ലെ അതിന് മുകളിൽ പോകുമെന്ന്. എന്നാൽ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും വന്നവരൊക്കെ ഓരോ കാരണങ്ങളാൽ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. അപ്പം മൊത്തത്തിൽ പിന്നെ ഇവർക്ക് അത് ലാഭമായി. പ്രത്യേകിച്ച് രീതിയിലുള്ള മികച്ച പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താൻ ഇവർ ഉദ്ദേശിച്ച പോലെ ഈ സീസൺ 6 പോയില്ല. മൊത്തത്തിൽ എന്താ പറയുന്നത്, ഒരു ദുരന്ത സീസണായിട്ട് അറിയപ്പെടുകയും ചെയ്തു. അപ്പം ഇനി ഈ ഒരു 85 ദിവസം കഴിയുമ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സീസണിൽ പ്രത്യേകിച്ചൊരു ഉയർച്ച എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല. ഇനി വരുന്ന 2 ആഴ്ച ഇവർ എന്ത് ചെയ്യും? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് എനിക്ക് തോന്നുന്നത് മൊത്തം ബോറനായി തുടങ്ങും. കഴിഞ്ഞ ആഴ്ച തന്നെ മൊത്തം ബോറൻ ലൈവും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആകെ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ആ ഒരു സമയത്ത് മാത്രം എന്തെങ്കിലും ഉണ്ട്. ബാക്കി എല്ലാ സമയത്തും പക്ക ബോറ് പരിപാടിയായിരുന്നു ലൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ പറയുന്ന 2 ആഴ്ച എന്താകുമെന്നതിനെ കുറിച്ച് ഒരു സംശയം തന്നെയാണ്. ബിഗ് ബോസ് പ്രേക്ഷകരെ എന്റർടൈനിങ് ആക്കുന്ന രീതിയിൽ എന്ത് കൊണ്ടുവരുമെന്ന് പോലും കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ പ്രേക്ഷകരെ. എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കുമോ എന്ന്. ഈ ഒരു സീസൺ ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഈ ഒരു ഫീലിൽ തന്നെ ഇനി അവസാനിക്കാനുള്ള സാധ്യതയാണ്. ഇനി ഈ പറയുന്നത് പോലെ പണപ്പെട്ടിയുടെ ടാസ്ക് വരും, അതുപോലെ തന്നെ പുറത്തായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ തിരികെ കൊണ്ടുവരും, പിന്നെ ഒരു ഫിനാലെ വയ്ക്കും. ഇത്രയാണ് ഇനി മിക്കവാറും നടത്താനുള്ള സാധ്യതകൾ. ഈ ഒരു മണി ബോക്സ് ടാസ്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.